മൂന്നാം മോദി സർക്കാരിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല എന്ന അതൃപ്തി പ്രകടിപ്പിച്ച് ശിവസേന ഷിൻഡെ പക്ഷം. മൂന്നാമത്തെ വലിയ കക്ഷിയായിട്ടും ക്യാബിനറ്റ് പദവി ലഭിക്കാത്തതിനാലാണ് അതൃപ്തി. ഷിൻഡെ വിഭാഗത്തേക്കാൾ കുറവ് എംപിമാരുള്ള പാർട്ടിക്ക് ക്യാബിനറ്റ് പദവി ലഭിച്ചു എന്ന് പാർട്ടി ചീഫ് വിപ്പ് ശ്രീരംഗ് ബാർനെ ആരോപിച്ചു. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേർന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ മന്ത്രിസഭാ രൂപീകരണമൊക്കെ നടന്നിട്ടും പ്രതിസന്ധിക്ക് കുറവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഇപ്പോ NCP അജിത് പവാർ പക്ഷത്തിന് പിന്നാലെ രണ്ടാമത്തെ പാർട്ടി NDAക്കകത്തു നിന്നും രണ്ടാമത്തെ പാർട്ടിയാണ് ഇപ്പോൾ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ ഈ വകുപ്പ് വിഭജനമെല്ലാം നടക്കുന്ന സമയത്തായിരുന്നു ശിവസേന ഷിൻഡെ പക്ഷത്തു നിന്നും ഇത്തരത്തിലൊരു അതൃപ്തി ഉയർന്നത്. അത് ചീഫ് വിപ്പായിട്ടുള്ള ശ്രീരംഗ് ബാർനയുടെ ഭാഗത്തു നിന്നായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ LJP അതുപോലെ തന്നെ JDS, ഹിന്ദുസ്ഥാനി ആവാ മോർച്ച താരതമ്യേന ഈ ശിവസേന ഷിൻഡെ പക്ഷത്തേക്കാൾ കുറവ് എംപിമാരുള്ള പാർട്ടികളാണ്. ഇവർക്കെല്ലാം ഓരോ ക്യാബിനറ്റ് മന്ത്രി പദവി വീതം ലഭിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സഹമന്ത്രി പദവും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഷിൻഡെ വിഭാഗത്തിന് 7 എംപിമാരാണ് മഹാരാഷ്ട്രയിൽ നിന്നും അവർ വിജയിപ്പിച്ചെടുത്തിട്ടുള്ളത്. പക്ഷേ അവർക്ക് സഹമന്ത്രി പദം മാത്രമേ ലഭിച്ചുള്ളൂ. ക്യാബിനറ്റ് മന്ത്രി പദം പ്രതീക്ഷിച്ചിരുന്നു, അത് ആവശ്യപ്പെട്ടിരുന്നു, പക്ഷെ ലഭിച്ചില്ല. അതിലൊരു അതൃപ്തി ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഷിൻഡെ വിഭാഗം ശിവസേന അറിയിക്കുന്നത്. അത് BJPയും അതുപോലെ തന്നെ NDA ഘടകകക്ഷികളെയും എല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇതേ പ്രതികരണത്തെ തന്നെ കോട്ട് ചെയ്തുകൊണ്ട് പക്ഷേ ശിവസേന ഷിൻഡെ വിഭാഗം പറയുന്നു പാർട്ടിക്ക് പക്ഷേ NDAയിൽ നിന്നും സപ്പോർട്ട് ലഭിക്കുന്നില്ല, പിന്തുണ ലഭിക്കുന്നതിൽ യാതൊരു കുറവുമില്ല. അപ്പോഴും ക്യാബിനറ്റ് മന്ത്രി പദവി ലഭിക്കാത്തതിൽ കൃത്യമായിട്ടൊരു അതൃപ്തി എന്തായാലും ശിവസേന ഷിൻഡെ വിഭാഗം അറിയിക്കുന്നുമുണ്ട്.